ഒരുപാട് നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഖലീഫയ്ക്ക് ഇന്നലെ പോയത് കേട്ടോ. ഇന്നലെ രാത്രി അബുദാബിയിൽ 8 മണിൻ്റെ ഷോ. സത്യം പറയാലോ, എനിക്കിഷ്ടപ്പെട്ടു. സൂപ്പർ ഫിലിം, ഒരു രക്ഷയില്ല. കിടു ഫൈറ്റ്, തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ ഫൈറ്റ്, ഒരു ലാഗും ഇല്ല, ഒന്നുമില്ല. ഇന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു റോള് ഷോൾഡർ ചെയ്യാൻ പറ്റിയ ആൾ പൃഥ്വിരാജ് തന്നെയാണ്. നിവിൻ പോളിക്കോ ടോവിനോയ്ക്കോ ദുൽഖറിനോ ആവില്ല. അമ്മാരി ക്യാരക്ടർ, കിടുപടം, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എവിടെ ലേക്കില്ല. പിന്നെ 1-2 സോങ്ങുകളും ഉണ്ട്. BGM വേറെ ലെവൽ കേട്ടോ. എഡിറ്റിങ് ചമൻ ചാക്കോ പൊളിച്ചു. BGM പറ്റി എടുത്തു പറയണം. തുടങ്ങുന്ന മുതൽ ലാസ്റ്റ് വരെ BGM നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ ബോഡി വേറെ ലെവലായിട്ട് ഈ ഒരു ക്യാരക്ടറിന് അനുയോജ്യമായിട്ടുള്ളൊരു ബോഡി ഇതിൽ നല്ലോണം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആക്ടിങ് ആണെങ്കിലും പൃഥ്വി പൊളിച്ചുണ്ട്. പൃഥ്വിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൽ നാടക നടൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആദ്യം കുറേ ആളുകൾ. ഇങ്ങനെ ഈ ഒരു ഫിലിമിൽ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ പൃഥ്വിരാജ് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് പറയുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. കുറേ മുമ്പത്തെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് നെഗറ്റീവ് പറയുന്നത്. അപ്പം എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. അപ്പോൾ വേറൊരാൾ പടത്തിനെ പറ്റി പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പടം കാണാതിരിക്കരുത്. ഓരോ പടത്തിൻ്റെ അഭിപ്രായം നമ്മൾ കണ്ടിട്ട് നമ്മളാണ് പറയേണ്ടത്. മറ്റൊരാൾ പറയുന്ന കേട്ടിട്ട് കാണാണ്ടിരിക്കരുത്. ഞാൻ അങ്ങനെ നെഗറ്റീവ് കേട്ടിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അല്ലേ ഞാൻ പോലേനും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് കണ്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് ഇന്നലെ കണ്ടപ്പോൾ മനസ്സിലായി പടം വേറെ ലെവലാണ്. വെറുതെ ആളുകൾ നെഗറ്റീവ് പറഞ്ഞടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പടം കണ്ടിട്ട് മാത്രം വിലയിരുത്തുക. പിന്നെ ലാസ്റ്റിൽ അടിപൊളി 2 കിടിലൻ ക്യാമിയോസ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഏകദേശം അറിഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഞാനത് പറയുന്നില്ല. കാണാത്ത ആളുകൾക്ക് ഒരു സ്പോയിലർ ആവണ്ട. 2 കിടിലൻ എൻട്രി ലാസ്റ്റത്തേക്ക് അതും ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ പോയ പടത്തിനെ ഇങ്ങനെയാക്കി കേട്ടോ, വേറെ ലെവലിലേക്ക് ലാസ്റ്റിൽ കൊണ്ടുപോയി. അത് സൂപ്പറായിരുന്നു. എന്തായാലും കിടിലൻ, ഈ ഒരു ഓണക്കാലത്ത് ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഖലീഫ. വേറെ നിവിൻ്റെ പടം കളിക്കുന്നുണ്ട്, അത് ഫാമിലിയാണ്, ഫാമിലി എൻ്റർടൈനിങ് ആണ്. ഇതൊരു ഫൈറ്റ് ആക്ഷൻ ആയിട്ടുള്ളൊരു കളിയാണ്. അപ്പോൾ എന്തായാലും സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത വേറെ ലെവൽ മൂവി കേട്ടോ. പൃഥ്വിരാജ്, എസ്പെഷ്യലി പൃഥ്വിരാജിനെ പറ്റി പറയുകയാണെങ്കിൽ അടിച്ച് തകർത്ത്. പിന്നെ പൃഥ്വിരാജിൻ്റെ ലുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു പഴയ സ്വപ്നക്കുടലിയും ആ ഒരു പഴയ കാലഘട്ടത്തിൽ പൃഥ്വിരാജിനെ തിരിച്ച് ഈ ഫിലിമിൽ വൈശാഖ് അവതരിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ കേട്ടോ. നല്ല ആ ഒരു ഉൾഗാനൊക്കെ ആയിട്ടുള്ളൊരു നല്ല കിടിലൻ ലുക്കായിരുന്നു. അതിൽ ആക്ട്രസിൻ്റെ പേര് എനിക്കറിയില്ല. അവർ ഫിലിമിൽ ലാസ്റ്റിൽ മരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അവർ പേരറിയില്ല. എന്തായാലും അവർ സൂപ്പറായിരുന്നു. ചെറിയ സീനേ ഉള്ളൂ അങ്ങനെ, എന്നാലും സൂപ്പറായിരുന്നു. അതേപോലെ രഞ്ജിത്ത് പൃഥ്വിരാജിൻ്റെ അച്ഛനായിട്ട് കേട്ടോ. രഞ്ജിത്തും നന്നായിട്ട് ചെയ്തു. പിന്നെ ഇന്ദ്രൻസിൻ്റെ ചെറിയ ക്യാരക്ടറായിരുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. അതും നന്നായിട്ട് ഇന്ദ്രൻസ് കൈകാര്യം ചെയ്തു. ഇതുപോലുള്ള കിടിലൻ പടങ്ങൾ ഇനിയും വരട്ടെ. മലയാള ഫിലിം ഇൻഡസ്ട്രി ഒരുപാട് വളരട്ടെ. എല്ലാവർക്കും ഹാപ്പിയാണ്. ബൈ.